വിപ്ലവത്തിന്റെ മണ്ണ്, ചുവപ്പൻ കോട്ട, ദൈവത്തിന്റെ സ്വന്തം നാട്. കേരളത്തെക്കുറിച്ച് നമ്മൾ ഇത്രയും കാലം പറഞ്ഞു ശീലിച്ച വിശേഷണങ്ങളാണ് ഇതൊക്കെ. എന്നാൽ ഈ വിശേഷണങ്ങൾക്കെല്ലാം അപ്പുറം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു വലിയ ഭൂകമ്പം സംഭവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതൊക്കെ ത്രിപുരയിൽ നടക്കും, പശ്ചിമ ബംഗാളിൽ നടക്കും. പക്ഷെ കേരളത്തിൽ BJPക്ക് ഒരു ഇഞ്ച് മണ്ണ് പോലും കിട്ടില്ല എന്ന ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരുന്ന രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇന്ന് കണക്കുകൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വെറുമൊരു സൂചനയല്ല, അതൊരു താക്കീതാണ്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 11 ഇടങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. 9 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത്. ഇത് വെറുമൊരു വോട്ട് വർധനവല്ല, CPMന്റെ അടിത്തറ ഇളകുന്നതിന്റെ, അവരുടെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുന്നതിന്റെ കൃത്യമായ തെളിവാണ്. ത്രിപുരയിൽ വെറും 1.5% വോട്ടിൽ നിന്നും ഒറ്റയടിക്ക് 43%ത്തിലേക്ക് BJP കുതിച്ചു കയറിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? കോൺഗ്രസിനെ വിഴുങ്ങി CPMനെ പിഴുതെറിഞ്ഞ ആ ത്രിപുര മോഡൽ ഓപ്പറേഷനിൽ ഇപ്പോൾ കേരളത്തിലും സജീവമായി കഴിഞ്ഞു. AK ആന്റണിയുടെ മകൻ മുതൽ K കരുണാകരന്റെ മകൾ വരെ ഇന്ന് കാവിയണിയുന്നു. താഴെത്തട്ടിൽ അമ്മാവന്മാരും അനന്തരവന്മാരും നിശബ്ദരായി ആ പാലം കടക്കുന്നു. കേരളം മറ്റൊരു ത്രിപുരയാകാൻ പോവുകയാണ്. സഖാക്കളുടെ കോട്ടകൾ തകരാൻ പോവുകയാണ്. നമുക്ക് ചരിത്രം പരിശോധിക്കാം. ചരിത്രവും കണക്കുകളും ചേർത്ത് വെച്ച് കേരള രാഷ്ട്രീയത്തിലെ ഈ വലിയ മാറ്റത്തിന്റെ രഹസ്യങ്ങൾ ഇന്ന് നമ്മൾ പുറത്തു കൊണ്ടുവരുന്നു. കേരളത്തിൽ BJP ഇത്രയും കാലം ക്ലച്ച് പിടിക്കാത്തതിന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന ഒരേ ഒരു കാരണമേ ഉള്ളൂ: ഹിന്ദു വോട്ടുകൾ CPM കൈവശം വെച്ചിരുന്നു എന്നത്. എന്നാൽ ഈ വോട്ടുകൾ നിലനിർത്താൻ CPM കാട്ടിക്കൂട്ടിയ അഭ്യാസങ്ങൾ ഇപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടിയാവുകയാണ്. നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിക്കാം. പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ എടുത്തു നോക്കാം. SI ഢാങ്കയും G അധികാരിയും ഒക്കെ ബാൽ ഗംഗാധർ തിലകന്റെ ഗണേശോത്സവങ്ങളിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടവരായിരുന്നു. മഹാരാഷ്ട്രയിലെ ഗണേശോത്സവങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ ആയുധമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. കേരളത്തിലും EMS നയിച്ചിരുന്ന കാലം വരെ പാർട്ടിക്കൊരു സവർണ നേതൃത്വം ഉണ്ടായിരുന്നുവെങ്കിലും അത് ഹിന്ദുത്വ വികാരങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ EMSന് ശേഷം വന്ന നേതൃത്വം നടത്തിയ വോട്ട് ബാങ്ക് പരീക്ഷണങ്ങളാണ് കാര്യങ്ങളെല്ലാം വഷളാക്കിയത്. മുസ്ലിം പ്രീണനത്തിന് വേണ്ടി CPM ഇറങ്ങി പുറപ്പെട്ടപ്പോഴൊക്കെ ഹിന്ദു വോട്ടുകളിൽ വലിയ വിള്ളലാണ് ഉണ്ടായത്. ഷാബാനു കേസ് വിധിക്ക് പിന്നാലെ മുസ്ലിം ലീഗിനെ, അന്ന് അഖിലേന്ത്യാ ലീഗാണ്, ആ അഖിലേന്ത്യാ ലീഗിനെ മുന്നണിയിൽ നിന്നും പുറത്താക്കിയ EMSന്റെ നിലപാട് ഇന്നും ചർച്ചയാണ്. മതാന്ധതയെ കൂട്ടുപിടിക്കില്ല എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പിൽക്കാലത്ത് ഇതേ EMS തന്നെ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം 1995 എഴുതിയ ലേഖനത്തിൽ ഇബ്രാഹിം സുലൈമാൻ സേഠിനെയും മദനിയെയും മഹാത്മാഗാന്ധിയോട് ഉപമിച്ചത് വലിയ വിവാദമായി. സ്വന്തം പാർട്ടിയിൽ നിന്നും പോലും അദ്ദേഹത്തിന് ശാസന ഏൽക്കേണ്ടി വന്നു. അത് അദ്ദേഹത്തിന്റെ ആദ്യകാല തെറ്റായ ആഹ്വാനവും താക്കീതും എന്ന പ്രബന്ധത്തിലെ മാപ്പിള ലഹളയെ മഹത്വവൽക്കരിക്കുന്ന നിലപാടിന് സമാനമായിരുന്നു. ഇന്ന് കേരളത്തിൽ CPM അനുഭവിക്കുന്ന പ്രധാന പ്രതിസന്ധി ഈ വിശ്വാസ്യതയുടെ തകർച്ചയാണ്. ഒരു വശത്ത് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് തങ്ങളുടെ ഉറച്ച വോട്ട് ബാങ്കായ ഹിന്ദു വോട്ടുകൾ കൈവിട്ടു പോകുന്നത് അവർ അറിയുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ എന്നും RSS ബന്ധമുള്ള ഒരു വിഭാഗം ഉണ്ടായിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ്. ഇത് വെറുതെ പറയുന്നതല്ല. S രാമചന്ദ്രൻ പിള്ളയെപ്പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ അത് വ്യക്തമാകും. പല സഖാക്കളുടെയും കുടുംബങ്ങളിൽ അമ്മാവനോ അനന്തരവനോ ഒക്കെ RSS ശാഖയിൽ പോകുന്നവരായിരിക്കും. കണ്ണൂരിലും തൃശ്ശൂരിലും ഒക്കെ ഒരേ വീട്ടിൽ സഖാക്കളും RSSകാരും ഒന്നിച്ചു കഴിയുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇതൊരു സാംസ്കാരികമായ പാലമാണ്. BJP ശക്തിപ്പെടുമ്പോൾ കോൺഗ്രസിലേക്ക് പോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ സഖാക്കൾക്ക് BJPയിലേക്ക് തന്നെ മാറാൻ ഈ പശ്ചാത്തലം സഹായിക്കുന്നു. കോൺഗ്രസുകാർക്ക് BJP ബന്ധം ഒരു പുതിയ കാര്യമല്ല. അവർക്ക് ആ പ്രത്യയശാസ്ത്രവുമായി വലിയ വിരോധമൊന്നുമില്ല. എന്നാൽ പാർട്ടിയുടെ കർക്കശമായ ചട്ടക്കൂടിനുള്ളിൽ ശ്വാസം മുട്ടുന്ന സഖാക്കൾ ഒരു ബദൽ തേടുമ്പോൾ അവർക്ക് മുന്നിൽ തെളിയുന്നത് BJPയാണ്. ശബരിമല വിധിക്ക് ശേഷം ഈ മാറ്റം അങ്ങേയറ്റം പ്രകടമായി. ഈഴവ സമുദായം ഉൾപ്പെടെയുള്ള CPMന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ ഇന്ന് BJPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിച്ചാൽ ഈഴവരിലെ മാറ്റം എത്രത്തോളം കാതലായതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഖാക്കൾ എപ്പോഴും പറയുന്ന മതേതരത്വം പ്രയോഗത്തിൽ വരുമ്പോൾ അതൊരു വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെക്കുന്നതാണെന്ന തിരിച്ചറിവ് സാധാരണക്കാരായ അണികളിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ത്രിപുരയിലേക്ക് പോകാം. കേരളത്തിലെ സഖാക്കൾക്ക് പേടി സ്വപ്നമായ ആ ത്രിപുര കഥ. ഇതിനെക്കുറിച്ച് 5 കൊല്ലം മുമ്പ് ആരും ഗൗരവമായി സംസാരിക്കാറില്ലായിരുന്നു. എന്നാൽ ഇന്ന് കേരളം ത്രിപുരയുടെ അതേ പാതയിലാണ്. അപ്പോൾ സംസാരിക്കാതെ പറ്റില്ലല്ലോ.
2013 ത്രിപുരയിലെ കാഴ്ച എന്തായിരുന്നു? 60 സീറ്റിൽ മത്സരിച്ച BJPക്ക് കിട്ടിയത് വെറും 1.54% വോട്ട്. 49 സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശേ പോയി. CPM ആകട്ടെ 50 സീറ്റുകളുമായി അജയ്യരായി ഭരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വെറും 5 വർഷം കൊണ്ട് 2018 എന്താ സംഭവിച്ചത്? BJP സഖ്യം 43 സീറ്റുകൾ നേടി അധികാരം പിടിച്ചു. CPM വെറും 16 സീറ്റിലേക്ക് ചുരുങ്ങി. 1.5% നിന്ന് 43% വോട്ട് വർദ്ധിപ്പിക്കുക എന്നതൊരു അത്ഭുതമാണ്. ഇതെങ്ങനെ സാധിച്ചു? ഇതിന് പിന്നിൽ വലിയൊരു ആസൂത്രണം ഉണ്ടായിരുന്നു. ത്രിപുരയിൽ കോൺഗ്രസിനുണ്ടായിരുന്ന 35% വോട്ട് ഒറ്റയടിക്ക് BJPയിലേക്ക് പോയി. കോൺഗ്രസ് 45% നിന്ന് വെറും 1.8% ഒതുങ്ങി. അതായത് കോൺഗ്രസ് എന്ന പാർട്ടി അവിടെ ഇല്ലാതായി. കോൺഗ്രസിന്റെ വോട്ട് മാത്രമല്ല, CPMന്റെ 25 സീറ്റുകളാണ് BJP നേരിട്ട് പിടിച്ചെടുത്തത്. സഖാക്കളുടെ ഉറച്ച വോട്ടുകൾ കാവിയിലേക്കാണ് മാറിയത്. അതായത് ഇത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. BJP മത്സരിച്ച 50 സ്ഥാനാർത്ഥികളിൽ വെറും 6 പേർ മാത്രമാണ് പഴയ BJPക്കാർ. ബാക്കി 44 പേരും കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നും വന്നവരാണ്. 7 കോൺഗ്രസ് MLAമാരെയും ഒരു CPM MLAയെയും BJP സ്വന്തം പാളയത്തിലെത്തിച്ചു. അവരെല്ലാവരും ജയിക്കുകയും ചെയ്തു. ചലോ പാൽത്തായ്, നമുക്ക് മാറാം എന്ന ഒറ്റ മുദ്രാവാക്യത്തിൽ ഭരണവിരുദ്ധ വികാരത്തെ അവർ ഏകീകരിച്ചു. RSS കേഡർമാരെ മാത്രം വിശ്വസിക്കാതെ ഓരോ മണ്ഡലത്തിലും 2000-ഓളം കോൺഗ്രസ് പ്രവർത്തകരെ BJP കേഡർമാരാക്കി മാറ്റി. ഈ ആസൂത്രണം നടത്തിയത് മോദിയുടെ വിശ്വസ്തനായ സുനിൽ ദേവ്ധർ ആണ്. ത്രിപുരയിൽ നടന്നത് തന്നെയാണ് കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത്. കൂട്ട ഒഴുക്കല്ലേ BJPയിലേക്ക്? അതിന് വ്യക്തമായ സൂചനകളുണ്ട്. നേതൃത്വത്തിന്റെ തകർച്ചയാണ് ആദ്യം പറയേണ്ടത്. കേരളത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPയിൽ ചേരുന്നു. K കരുണാകരന്റെ മകൾ, ലീഡറിന്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിൽ ചേരുന്നു. ഉമ്മൻചാണ്ടിയുടെ മരുമകൻ സണ്ണി ജോസഫിന്റെ സഹോദരൻ. ഈ പട്ടിക ഇങ്ങനെ നീളുകയാണ്. ഇത് കേവലം വ്യക്തിപരമായ മാറ്റമല്ല, ഇത് കോൺഗ്രസ് എന്ന തകരുന്ന കപ്പലിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്. അങ്ങനെ നമുക്ക് തന്നെ കാണാൻ സാധിക്കൂ. ത്രിപുരയിലെ പോലെ കേരളത്തിലും കോൺഗ്രസ് ദുർബലമാകുമ്പോൾ ആ വോട്ടുകൾ നേരെ BJPയിലേക്കാണ് പോകുന്നത്. കോൺഗ്രസ് ദുർബലമായാൽ CPMന് BJPയെ തടയാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ശരിക്കും പറഞ്ഞാൽ അഴിമതിയും കെടുകാര്യസ്ഥതയും പ്രീണനവും ഒക്കെയാണ് ഈ ഒരു മാറ്റത്തിന് കാരണം. CPMന്റെ ബദലായി ജനം BJPയെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടി നേതൃത്വം അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങി നിൽക്കുമ്പോൾ താഴെത്തട്ടിലുള്ള അണികൾ ബദലാണ് ചിന്തിക്കുന്നത്. ഹർകിഷൻ സിംഗ്, സുർജിത്തിനെ പോലെയുള്ള ദേശീയ നേതാക്കൾ പോലും കേരളത്തിലെ CPM അണികളുടെ ഉള്ളിലിരിപ്പ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് BJP പടുത്തുയർത്തുന്ന ആ പാലത്തിലൂടെ സഖാക്കൾ ഒന്നൊന്നായി അപ്പുറത്തേക്ക് കടക്കുകയാണ്. യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഒരു ഫ്ലൂക്കാണെന്ന് ആരും കരുതേണ്ട. അത് കൃത്യമായ ഒരു പ്ലാനിങ്ങിന്റെ ഫലമാണ്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്തെത്തിയത് വെറുതെ ഒന്നുമല്ല, അത് CPM വോട്ടുകളുടെ ചോർച്ചയാണ്. ഇന്ത്യ മുഴുവൻ BJP തരംഗം വീശിയടിച്ചപ്പോഴും കേരളം ഒരു ഒറ്റപ്പെട്ട ദ്വീപ് പോലെ നിന്നു. എന്നാൽ ആ ദ്വീപിന് ചുറ്റും കാവ്യ തിരമാലകൾ ഇന്ന് ആഞ്ഞടിക്കുകയാണ്. ത്രിപുരയിൽ സുനിൽ ദേവ്ധർ ചെയ്തത് തന്നെയാണ് ഇന്ന് കേരളത്തിൽ BJP ചെയ്യുന്നത്. അടിത്തട്ടിൽ ശക്തമായ ബൂത്ത് കമ്മിറ്റികൾ ത്രിപുരയിൽ 3214 ബൂത്തുകളിൽ 3209 എണ്ണത്തിലും കമ്മിറ്റി ഉണ്ടാക്കിയാണ് BJP അധികാരം പിടിച്ചത്. കേരളത്തിലും ഇന്ന് BJP ബൂത്ത് തലം മുതൽ നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ട്. CPMന്റെ കരുത്തായിരുന്ന ബൂത്ത് കമ്മിറ്റികൾ ഇന്ന് പലയിടത്തും നിഷ്ക്രിയമാണ്. അണികൾക്ക് നേതാക്കളിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഭരണ തുടർച്ചയുടെ അഹങ്കാരത്തിൽ ജനങ്ങളെ മറന്ന നേതാക്കൾക്കെതിരെ അണികൾ തന്നെ തിരിയുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ത്രിപുരയിൽ CPMന്റെ 46 സീറ്റുകളിൽ 33 എണ്ണം നഷ്ടപ്പെട്ടത് ഇങ്ങനെയാണ്. കേരളത്തിലും ആ പതനത്തിന് ദൂരമേറെയില്ല. അതുകൊണ്ട് സഖാക്കളെ, നിങ്ങളിന്ന് ചിരിക്കുന്നുണ്ടാകാം, പക്ഷെ ത്രിപുര ഒരു പാഠമാണ്. ചലോ പാൽത്തായ് എന്ന മുദ്രാവാക്യം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടോ എന്ന് നിങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ BJP കേഡർമാരായി മാറുന്നതും സഖാക്കൾ നിശബ്ദമായി വോട്ട് മാറ്റുന്നതും വെറും യാദൃശികമായി കാണരുത്. അത് ബോധപൂർവമായ ഒരു മാറ്റമാണ്. ന്യൂനപക്ഷ പ്രീണനം വഴി ഭരണം നിലനിർത്താമെന്ന് കരുതുന്ന CPMന് മുന്നിൽ ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമുണ്ട്. അനിൽ ആന്റണിയും പത്മജയും വെറും തുടക്കം മാത്രമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ത്രിപുര 2.0 കേരളത്തിൽ റിലീസ് ചെയ്യപ്പെടും. കാലം അതിന് മറുപടി നൽകും. പക്ഷെ ഒന്നുറപ്പാണ്, കേരളത്തിലെ രാഷ്ട്രീയ മണ്ണ് ഇന്ന് പഴുത്ത് പാകമായി കഴിഞ്ഞിരിക്കുന്നു. മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു. CPMന്റെ ചെങ്കോട്ടകളിൽ വീണ വിള്ളലുകൾ ആർക്കും അടയ്ക്കാനാകില്ല. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.